താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മ അഥവാ TBSK എന്ന് പറയുന്ന സംഘടന ഇന്ന് ഏപ്രിൽ 30-ാം തീയതി നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലുള്ള കൻ്റോൺമെൻറ്റ് ഗേറ്റിനടുത്ത് നമ്മളിന്ന് സമരം ചെയ്യുന്നുണ്ട്. പട്ടിണിയാണ് പട്ടിണിയാണ് കുടുംബം മുഴുവൻ പട്ടിണിയാണ് കുടുംബം മുഴുവൻ യാചനയാ ഭിക്ഷാപാത്രം തട്ടിയെറിഞ്ഞുടക്കല്ലേ അധികാരികളെ നീതി പാലിക്കുക സർക്കാരെ നീതി പുലർത്തുക സർക്കാരെ കറങ്ങും ചേറിൽ ഇരിക്കാനല്ല AC കാറിൽ കറങ്ങാനല്ല ജീവിക്കുന്ന സമരം സിന്ദാബാദ് പ്രതിഷേധ സമരം സിന്ദാബാദ്. സംഘടനയുടെ മാർച്ചിൻ്റെ ഘടനയും അനിശ്ചിതകാലത്തേക്ക് നമ്മൾ രാവിലെ തുടങ്ങിയതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി അവറുകൾ നമുക്കൊരു മീറ്റിംഗ് ഈ സംസ്ഥാന ഭാരവാഹികളുമായിട്ട് ചെയ്യാവുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മളൊരു പ്രകടനം നേരത്തെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ശുഭലക്ഷണമാണ് നമ്മുടെ ഈ സമരം കൊണ്ട് കാണുന്നത്. 2004 ശേഷം താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 6-ൽ പരം സമരങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അതുപോലെ കേരളത്തിലെ മുഴുവൻ മന്ത്രിമാർക്കും MLA-മാർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ തന്നെ നേരത്തെ നിവേദനങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ താൽക്കാലിക ജോലി ചെയ്ത മുഴുവൻ ഭിന്നശേഷിക്കാർക്കും വേണ്ടി TBSK എന്ന സംഘടന രംഗത്തിറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരം തന്നെ എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു കൂടിക്കാഴ്ച സംസ്ഥാന ഭാരവാഹികളുമായിട്ട് നടത്തുന്നുണ്ട്. ആ ഒരു വിഷയത്തിൽ അനുകൂലമായ തീരുമാനമാണെങ്കിൽ ഈ അനിശ്ചിതകാല സമരം ഞങ്ങൾ നിർത്തേണ്ട സാഹചര്യത്തിലോട്ട് കടക്കും. എന്തായാലും വൈകുന്നേരം വരെ നമുക്ക് നോക്കാം. 3:30-ക്ക് ഭാരവാഹികളുമായിട്ട് ഒരു കൂടിക്കാഴ്ച കണ്ടതിന് ശേഷം ബാക്കിയുള്ള സമരമാർഗങ്ങളെ പറ്റിയും അതുപോലെ സമരം ശക്തിപ്പെടുത്തണോ എന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ചുമടെടുക്കാൻ കഴിയാത്തോർ നാം മുട്ടിലിഴഞ്ഞ് യാചിക്കുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനായി പൊരുതുന്നോർ നാം കണ്ടില്ലെന്ന് നടിക്കല്ലേ ജീവിക്കാനായി പൊരുതുന്നോർ നാം കണ്ടില്ലെന്ന് നടിക്കാനെങ്ങനെ മനസ്സ് വരുന്നു അധികാരികളെ തൊഴിലാളി സംരക്ഷിക്കൂ. TBSK സിന്ദാബാദ് TBSK സിന്ദാബാദ് പ്രതിഷേധ സമരം സിന്ദാബാദ്. അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ കണ്ടില്ലെന്ന് നടിക്കരുത്. പട്ടിണിയാണ് പട്ടിണിയാണ് പുഴയിൽ ചാടി ചാവാനും കെട്ടിത്തൂങ്ങി ചാവാനും
അഗ്നിക്കിരയായി തീരാനും കണ്ണു തുറപ്പ് കണ്ണിൽ നിന്ന് നടിക്കരുത് യാതനയാ ഭിക്ഷാപാത്രം തട്ടിയെറിഞ്ഞു ഉടക്കല്ലേ പട്ടിണിയാണ് 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 പുഴയിൽ ചാടി ചാവാനും കെട്ടിത്തൂങ്ങി ചാവാനും അഗ്നിക്കരയായി തീരാനും ഞങ്ങൾക്കാവില്ലെന്നറിയില്ലേ കൈയില്ലാത്തവർ നടുവില്ലാത്തവർ മുട്ടിലിറങ്ങി യാചിക്കുമ്പോൾ കേരളത്തിന്റെ മുഴുവൻ എംഎൽഎമാർക്കും മന്ത്രിമാർക്കും ഈ നിവേദനങ്ങൾ കൈമാറിയിട്ടും ഒരു എംഎൽഎ മന്ത്രിയോ ഞങ്ങളുടെ വിഷയം ഈ സർക്കാരിനെ അറിയിക്കാൻ തയ്യാറായെന്ന് പ്രതിഷേധിച്ചാണ് ഇന്നത്തെ ഈ സമരം. മണ്ണിൽ നിന്ന് നടിക്കല്ലേ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ കണ്ടില്ലെന്ന് നടിക്കരുത് പുഴയിൽ ചാടി ചാവാനും കെട്ടിത്തൂങ്ങി കണ്ടില്ലെന്ന് നടിക്കല്ലേ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ടില്ലെന്ന് നടിക്കല്ലേ അധികാരികളെ കണ്ണു തുറക്കൂ അധികാരികളെ കണ്ണു തുറക്കൂ കണ്ടില്ലെന്ന് നടിക്കരുത് പുഴയിൽ ചാടി ചാവാനും കെട്ടിത്തൂങ്ങി ചാവാനും അഗ്നിക്കിരയായി കരികളെ യാതനയാണ് അധികാരികളെ കണ്ടില്ലെന്ന് നടിക്കരുത് ചുമടെടുക്കാൻ കഴിയാത്തവർ 2004 മുതൽ നാളിതുവരെ താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാരാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പല പ്രാവശ്യവും പല മന്ത്രിമാരെയും പല MLA-മാരെയും നമ്മൾ തട്ടി വിളിച്ചിട്ടും ആരും നമ്മളെ ആവശ്യങ്ങൾ ഗൗനിച്ചിട്ടില്ല. ഇതുവരെ നമുക്ക് ഒരു അനുകൂലമായ ഒരു തീരുമാനവും വന്നിട്ടില്ല. നമ്മൾ ഭിന്നശേഷിക്കാരായി പോയത് നമ്മളെ കുറ്റം കൊണ്ടല്ല. എന്തുകൊണ്ടാണ് സർക്കാർ നമ്മളെ ഗൗനിക്കാത്തത്? നമ്മൾ 2004 മുതൽ നാളിതുവരെ ഇത്രയും നാൾ താൽക്കാലികമായി ജോലി ചെയ്ത ഭിന്നശേഷിക്കാർ പിന്നെ ഇത്രയും അപേക്ഷിച്ചിട്ടും സർക്കാർ നമ്മുടെ ഭാഗത്ത് ഒരു അനുകൂലമായ നടപടി എടുത്തില്ല. ഞങ്ങൾക്ക് താണുകേൺ അപേക്ഷിക്കാനേ പറ്റുള്ളൂ. നമ്മളെക്കൊണ്ട് വലിയ വലിയ ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ ഭിന്നശേഷിക്കാരായി പോയതാണ് ഞങ്ങളുടെ കുറ്റം, ഞങ്ങളുടെ തെറ്റ്. ഞങ്ങൾക്ക് ഒരു വലിയ മനസ്സുണ്ട്. ഞങ്ങളുടെ മനസ്സ് കാണണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് അപേക്ഷിക്കുന്നത്. ഞങ്ങളുടെ സർക്കാരിന് ഒരിക്കലും എതിരല്ല, ഞങ്ങൾ സർക്കാരിനോടൊപ്പം തന്നെയാണ്. പക്ഷേ സർക്കാർ ഞങ്ങളെ ചേർത്ത് പിടിക്കണം, ഞങ്ങളോട് കരുണ കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അപേക്ഷിക്കാനുള്ളത്. താൽക്കാലികമായി 2004 മുതൽ താൽക്കാലികമായി ജോലി ചെയ്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളൊക്കെ വഴി ജോലി ചെയ്ത് അവിടുന്ന് പിരിച്ചുവിടപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് പുനർനിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ എത്രയോ ഭിന്നശേഷിക്കാർ, കേരളത്തിലുള്ള എത്രയോ ഭിന്നശേഷിക്കാരിങ്ങനെ ജോലിയില്ലാതെ ഒരു വഴിയുമില്ലാതെ ഇങ്ങനെ അവരുടെ ജീവിതം തള്ളി നീക്കുകയാണ്. അപ്പോൾ അവർക്ക് പുനർനിയമനം കൊടുത്താൽ അവരുടെ ജീവിക്കാനുള്ളൊരു അവസരമാണ് അതിലൂടെ അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന ഈ അനിശ്ചിതകാല സമരമാണ് ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ 14 ജില്ലയിലുള്ള ഭിന്നശേഷിക്കാർ ഇന്ന് ഈ ഒരു സെക്രട്ടേറിയറ്റ് നടയിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ സമരം ഇപ്പം നമ്മളിപ്പോൾ ഒരു മാർച്ച്, ചെറിയൊരു മാർച്ച് നമ്മൾ ഇപ്പോൾ പോയിരിക്കുകയാണ്. നമ്മുടെ കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ആ മാർച്ച്. അപ്പോൾ ആ മാർച്ച് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അവിടെ ഇപ്പം പ്രസിഡന്റ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിവിടെ വരും.
എന്നിട്ട് ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ ഇന്ന് ഈ സമരം ഇന്നിവിടെ തുടരും. അടുത്ത ദിവസവും നമ്മൾ ഈ സമരം തുടരാൻ തന്നെയാണ് പ്ലാന്. നമ്മുടെ മുഖ്യമന്ത്രി ഇത് അറിയുന്നത് വരെ, മുഖ്യമന്ത്രി നമ്മുടെ വിഷയത്തിൽ ഇടപെടുന്നത് വരെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. കാരണം ഞങ്ങൾക്കൊരു സ്വകാര്യ സ്ഥാപനത്തിലൊന്നും ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ആരും തന്നെ നമുക്ക് ജോലി തരില്ല. അപ്പോൾ ഞങ്ങളുടെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു ജോലി സ്ഥിരത നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ 5 വർഷമായി സർക്കാരിനോട് പലതരത്തിലും നമ്മളിപ്പോൾ 22 ദിവസം ഇവിടെ നിരാഹാര സമരം ചെയ്തു. എന്നിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു നിലപാടും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ അവസാന വർഷത്തോട് അടുക്കുകയാണ്. അപ്പോൾ മറ്റു പല പദ്ധതികളും സർക്കാർ ഇപ്പോൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്കും ഈ ഒരു അവസാന നിമിഷത്തിൽ ഞങ്ങൾക്കും ഈ ഒരു സംഭവം നേടിയെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ സർക്കാർ കനിയും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരുതൊഴിൽ നൽകി പട്ടിണി മാറ്റൂ, തിരുതൊഴിൽ നൽകി പട്ടിണി മാറ്റൂ. യാതനയാണ് അധികാരികളെ കണ്ടിൽ തോർന്ന മുട്ടിലെളിഞ്ഞ് യാചിക്കുമ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ എങ്ങനെ? കണ്ണു തുറക്കൂ അധികാരികളെ, കണ്ണു തുറക്കൂ. കുടുംബം മുഴുവൻ പട്ടിണിയാണ്, കണ്ടില്ലെന്ന് നടിക്കല്ലേ. വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.